ഇനി ആരോഗ്യമുള്ള പല്ലുകൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് 6238355070. കാലടി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഏകാധിപത്യ പ്രവണതയിൽ പ്രതിഷേധിച്ച് LDF പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കാലടി പഞ്ചായത്ത് ദീർഘവീക്ഷണത്തോടെയുള്ള ബസ് ടെർമിനൽ, ഷോപ്പിംഗ് കോംപ്ലക്സ് ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താത്തതിലും ഫണ്ടുകൾ ലാപ്സാക്കുന്നതിലും പൊതുശ്മശാനം പ്രവർത്തിപ്പിക്കാത്തതിനെതിരായും പ്രസിഡന്റിന്റെ ഏകാധിപത്യ പ്രവണതയ്ക്കുമെതിരെ LDF പഞ്ചായത്ത് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. CPIM അങ്കമാലി ഏരിയ സെക്രട്ടറി KP രജീഷ് ഉദ്ഘാടനം ചെയ്തു. മാത്യൂസ് കോലഞ്ചേരി, KT ബേബി, KS ഗോപകുമാർ, ഫ്രാൻസിസ് ആഞ്ഞിലിപ്പറമ്പിൽ, PT മത്തായി, PA ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ഏകാധിപത്യ പ്രവണതയ്ക്കും അതുപോലെ തന്നെ ദീർഘദൂര കാഴ്ചപ്പാട് ഇല്ലാതെ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ അത് ഭാവിയെ കൂടി കണ്ടുകൊണ്ട് ആവശ്യമായ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടു. നമുക്ക് പഞ്ചായത്തിൽ ലഭ്യമാകുന്ന പദ്ധതി പണം ഉൾപ്പെടെയുള്ള വിവിധ ഫണ്ടുകൾ യഥാസമയം ചെലവഴിക്കാതെ ലാപ്സാക്കുന്നതിനെതിരായി പഞ്ചായത്തിൻ്റെ പൊതുശ്മശാനം അടിയന്തരമായി പ്രവർത്തിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുമാണ് LDF ഈ ഏപ്രിൽ 25-ാം തീയതി പഞ്ചായത്ത് ഓഫീസ് മാർച്ചും ധർണയും നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. നിലവിലുള്ള പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നിട്ട് 4.5 വർഷം പിന്നിടുകയാണ്. 6 മാസം കൂടിയാണ് ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് അധികാരത്തിലിരിക്കാൻ കഴിയും. 4 വർഷക്കാലം കാര്യമായി വികസന രംഗത്ത് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഒരു വികസന പദ്ധതിയുമായി പഞ്ചായത്ത് മുമ്പോട്ട് വന്നിരിക്കുകയാണ്. 13 കോടി രൂപ വായ്പ എടുത്ത് പഞ്ചായത്തിന് സ്വന്തമായുള്ള സ്ഥലത്ത് 90 മീറ്റർ നീളത്തിൽ ബസ് ടെർമിനലും ഷോപ്പിംഗ് കോംപ്ലക്സും നിർമ്മിക്കാനാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. പഞ്ചായത്ത് അത്തരത്തിലുള്ള വികസന പ്രവർത്തനം നടത്തുന്നതിന് ഒരിക്കലും LDF ജനപ്രതിനിധികളോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ എതിരല്ല. ന്യൂസ് ബ്യൂറോ, കാലടി.